الذي بعث رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും പരിപാലകനും റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി ഈ ലോകത്തോട് യാത്ര പറയുവാനും അവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് കർമ്മങ്ങളുടെയും ബലിപെരുന്നാളിൻ്റെയും ഒക്കെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഹജ്ജും പെരുന്നാളും നൽകുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനും അതിനോട് കൂറു പുലർത്തുവാനും ആ പ്രതിജ്ഞകളൊക്കെ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയും ആവർത്തിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ കഴിച്ചുകൂട്ടുന്ന സമയമാണിപ്പോൾ. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഏറ്റവും മഹോന്നതമായ മന്ത്രത്തിന്റെ ആ പ്രഖ്യാപനത്തിന്റെ ആശയം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുക എന്നതാണ് ഈ കർമ്മങ്ങളുടെയെല്ലാം തുടർച്ചയായി നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. അത് ഹാജിമാരായി ഹജ്ജിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല, അയ്യാമുത്ത് ശരീക്കിലൂടെ കടന്നുപോയി, പെരുന്നാൾ ആഘോഷിച്ച് അയ്യാമുത്ത് ശരീക്കിലൂടെ കടന്നുപോയി ആ പ്രഖ്യാപനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച ലോകത്തെ പരകോടി വിശ്വാസികൾക്കെല്ലാം അത് ബാധകമാണ്. അല്ലാഹു അക്ബർ എന്ന് പറയാത്തവരായി, അല്ലാഹ് എന്ന് ഉച്ചരിക്കാത്തവരായി ഒരു വിശ്വാസിയും ലോകത്തുണ്ടാവുകയില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ നിത്യജീവിതത്തിൽ നിരന്തരമായി അവരുമായി ഏറ്റവും ചേർന്ന് നിൽക്കുകയും ആവർത്തിക്കപ്പെടാൻ അവർ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ്. നമ്മുടെ ബാങ്ക് എടുത്ത് പരിശോധിച്ചാൽ അതിൽ അല്ലാഹു അക്ബറാണ്. അതിന്റെ തുടക്കവും ഒടുക്കവും അങ്ങനെയാണ്. അത് ഓരോ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും 5 നേരം ഏറ്റവും സാധ്യമാകുന്ന ശബ്ദത്തിൽ നമ്മൾ വിളിച്ചു പറയുകയാണ്.
അങ്ങനെ ബാങ്കും ഇഖാമത്തും കൊടുത്തുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ നമസ്കാരത്തിന്റെ തുടക്കവും ആ നമസ്കാരത്തിലെ ഓരോ ചലനങ്ങളുടെയും തുടർച്ചയും അല്ലാഹു അക്ബറിലാണ്. ഫറദ് നമസ്കാരങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ ഏതാണ്ട് ഒരു 100ഓളം തവണ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ ഒരു ദിവസം പറയുന്നുണ്ട്. 5 വക്ത് നമസ്കാരങ്ങൾ. അതിനു പുറമെ സുന്നത്തായ നമസ്കാരങ്ങളിൽ വേറെ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ അതിനെ പ്രതിവചിച്ചുകൊണ്ട്, അതിന് മറുപടി പറഞ്ഞുകൊണ്ട്, അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ബാങ്കിനെ ആദരിക്കുകയും അതിന്റെ ആശയത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് മറ്റ് അതിൽപ്പെടാത്ത അതിനപ്പുറമുള്ളതാണ്. ഇങ്ങനെ വാക്കുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ അല്ലാഹു അക്ബർ ഇഷ്ടം പോലെയുണ്ട് എന്നർത്ഥം. എത്രയോ തവണ ഓരോ ദിവസവും നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പെരുന്നാൾ ദിനങ്ങളുമായി ബന്ധപ്പെട്ട് പെരുന്നാൾ മാസം ദുൽഹിജ്ജ 10 കഴിഞ്ഞാൽ തക്ബീർ മുഴക്കിക്കൊണ്ടാണ് നമ്മൾ ആ പെരുന്നാളിനെ വരവേൽക്കുകയും ആ പെരുന്നാളിനെ ആഘോഷിക്കുകയും അയ്യാമുത്ത് ശരീക്കിന്റെ ദിവസങ്ങളിൽ അത് ആവർത്തിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ നമസ്കാരത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ കർമ്മങ്ങളിലൂടെയും നമ്മൾ പ്രഖ്യാപിക്കുന്നത് അതാണ്. നമ്മുടെ ഏർപ്പാടുകളും ഇടപാടുകളും ജോലിയും വ്യാപാരവും വ്യവസായവും കച്ചവടവും വിദ്യാഭ്യാസവും മറ്റ് തിരക്കുകളൊക്കെ ഒഴിവാക്കി വെച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് വാക്കുകൾക്കപ്പുറം പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു വിളിച്ചിരിക്കുന്നു, പടച്ചവനാണ് വിളിച്ചിരിക്കുന്നത്. എന്റെ കച്ചവടം തൽക്കാലം ഞാൻ അവിടെ നിർത്തുകയാണ്, എന്റെ ജോലിക്ക് തൽക്കാലം ഞാനൊരു വിരാമമിടുകയാണ്, എന്റെ തിരക്കുകൾക്ക് ഞാൻ അല്പം അവധി കൊടുക്കുകയാണ്. പള്ളിയിലേക്ക് പോയി, അല്ലെങ്കിൽ നമസ്കാര സമയമായാൽ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചുകൊണ്ട്, അത് ചുരുക്കിയിട്ടും ഒരുമിച്ചുമാണെങ്കിൽ സാധിക്കുന്നതെങ്കിൽ അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ, രോഗികളാണെങ്കിൽ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ സാധ്യമാകുന്ന രൂപത്തിൽ, സഞ്ചരിക്കുന്ന വാഹനങ്ങളിലാണെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ എന്ന ദിശ നോക്കാതെ വാഹനം എങ്ങോട്ടാണോ പോകുന്നത് അവിടെ കിബല പോലും പ്രശ്നമല്ല. അവിടെ പടച്ചവനാകുന്നു വലിയവൻ എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്ന അമലാണ് നമസ്കാരം. നോമ്പും അങ്ങനെ തന്നെയാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും ഒക്കെ ഒഴിവാക്കി മനസ്സിന്റെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള പ്രഖ്യാപനമാകുന്നു നോമ്പ് എന്ന് പറഞ്ഞാൽ. അടുത്ത കർമ്മമായ സക്കാത്ത് എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സമ്പത്ത്, നമുക്കതിനോട് ഏറ്റവും ഇഷ്ടമുണ്ട്, പ്രിയമുണ്ട്. പലപ്പോഴും ജീവിതത്തിലെ വലിയ ഒരു സമയവും അധ്വാനവും അതിനുവേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. വഇന്നഹു ലിഹബ്ബിൽ ഖൈരി ലശദീദ് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ മനുഷ്യന് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിങ്ങനെ എണ്ണി നോക്കി കണക്കാക്കി അതിന്റെ ആധിക്യത്തിൽ ആഹ്ലാദം കൊള്ളുക എന്നത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. സമ്പാദിച്ച് മതിയായവർ ലോകത്താരിലുണ്ടോ? വലിയ ബിസിനസ്സുകാര് ഓരോ മണിക്കൂറിനും തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലാഭവിഹിതം ഒഴുകിയെത്തുന്ന വലിയ പണക്കാരൊക്കെ പുതിയ ബിസിനസ് തുടങ്ങാനാണ്. അതൊക്കെ ആ സമ്പത്തിൽ നിന്ന് അല്ലാഹു പറഞ്ഞു, അതിൽ നിന്ന് നിശ്ചിത സമാനം. നമ്മുടെ ഇഷ്ടങ്ങളല്ല, നമ്മുടെ താല്പര്യങ്ങളല്ല, അല്ലാഹു ആകുന്നു വലിയവനെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് സക്കാത്ത്. അതിന്റെ ഏറ്റവും വലിയ നിദർശനമാണ് നമ്മളിപ്പോൾ അനുഷ്ഠിച്ചു കഴിഞ്ഞ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് 160 പരം രാജ്യങ്ങളിൽ നിന്ന് 20-നും 25 ലക്ഷത്തിനും ഇടയിൽ ഹാജിമാർ. എല്ലാ കർമ്മങ്ങളിലും അല്ലാഹു ആകുന്നു വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാ കർമ്മങ്ങൾ എടുത്തു പരിശോധിച്ചാലും അത് വാക്കുകളിൽ മാത്രമല്ല, പ്രവർത്തനങ്ങളിലും അല്ലാഹു ആകുന്നു വലിയവൻ. ബലികർമ്മം
നമ്മൾ നിർവഹിക്കുമ്പോൾ തക്ബീർ മുഴക്കിക്കൊണ്ടാണ് നമ്മൾ നിർവഹിക്കാറുള്ളത്. അതിന്റെ തുടർച്ചയുണ്ടാകണം. അറഫ അതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രഖ്യാപനമായിരുന്നു. മനുഷ്യർക്കിടയിൽ വലുപ്പ ചെറുപ്പങ്ങളുടെ പല അടയാളങ്ങളുണ്ട്. അതൊരു പക്ഷേ നിറമായിരിക്കാം, അല്ലെങ്കിൽ രാജ്യത്തിന്റെയോ പ്രദേശത്തിന്റെയോ വ്യത്യാസങ്ങളായിരിക്കാം, ഭാഷയായിരിക്കാം, അധികാരമായിരിക്കാം, സമ്പത്തായിരിക്കാം, പദവികളായിരിക്കാം, സ്ഥാനമാനങ്ങളായിരിക്കാം, യോഗ്യതകളായിരിക്കാം. അങ്ങനെ പല തട്ടുകളിലുള്ള മനുഷ്യർ പല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പല ഭാഷകൾ സംസാരിക്കുന്നവരായി പലതായി ഇങ്ങനെ ലോകത്തിന്റെ പല കോണുകളിൽ നിൽക്കുന്ന മനുഷ്യരെല്ലാവരും ഒരേ സ്ഥലത്തേക്ക്. എന്നിട്ട് പഠിച്ചവൻ പറഞ്ഞു, എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വർണ്ണം, അള്ളാഹുവിന്റെ വസ്ത്രം, അവൻ നൽകിയ ആ അലങ്കാരം, അതിന്റെ തഫ്സീർ നമുക്ക് കാണാൻ കഴിയും. സിബഅത്ത് അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വർണ്ണം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാം. ഫിത്രത്ത് അല്ലാഹ്, അള്ളാഹു നൽകിയ പ്രകൃതി. ഇന്ന് ലോകത്ത് വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും വർണ്ണങ്ങൾ മാത്രമല്ല. പച്ച എന്ന് പറഞ്ഞാൽ വെറും വസ്ത്രമല്ല. അതിന് പാർട്ടികളുടെയും കൊടിയടയാളങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും അധികാരങ്ങളുടെയും ചുവപ്പ് എന്ന് പറഞ്ഞാൽ വെറൊരു നിറാണോ? ഒരിക്കലല്ല. അതിന് സംഘങ്ങളുടെയും സംഘടനകളുടെയും പാർട്ടികളുടെയും അധികാര സ്ഥാനങ്ങളുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും പതാകയുടെയും ഒക്കെ അടയാളമായി ഉപയോഗിക്കുന്ന വർണ്ണങ്ങൾ. കാവി വേറൊരു നിറമല്ല. ഇങ്ങനെ ലോകത്ത് മനുഷ്യൻ പല വസ്ത്രങ്ങളിൽ പല നിറങ്ങളിൽ ഇതൊക്കെ മാറിയിട്ട് അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവൻ, അവന്റെ വർണ്ണം, അവൻ പറഞ്ഞ വർണ്ണം. എല്ലാവരും തൂവെള്ള വസ്ത്രമണിഞ്ഞാണ് അറഫയിൽ സമ്മേളിച്ചത്. എല്ലാവരും നിരീശ്വരവാദിയായ മനുഷ്യൻ പോലും ഈ ലോകത്തുനിന്ന് യാത്ര പറയുമ്പോൾ ആ വർണ്ണത്തിലുള്ള വസ്ത്രം പുതച്ചുകൊണ്ടാണ് യാത്രയാവുക. തൂവെള്ള വസ്ത്രത്തിലാണ് എല്ലാവരെയും പൊതിഞ്ഞുകൊണ്ടുവരും അവസാനം. അപ്പൊ ആ വിശുദ്ധമായ നിറം എന്ന് പറയുന്നത് സംശുദ്ധിയുടെയും ഏകതയുടെയും, മനുഷ്യർക്കിടയിൽ മനുഷ്യൻ ഉണ്ടാക്കി തീർത്ത എല്ലാ മതിൽക്കെട്ടുകളെ പൊളിച്ചു കളയുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ, അവന്റെ വലുപ്പത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു വരുന്ന ഒരു അടയാളം കൂടിയാണ്. അതാണ് അറഫയിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞത്. എല്ലാവരും അതേ വർണ്ണത്തിൽ ഒന്നായി മാറുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, പെരുന്നാളിന് ഹജ്ജിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിലും അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന, അത് നമ്മൾ ചെറിയവരാണ് എന്ന് മനസ്സിലാകാൻ. എന്താണ് നമസ്കാരത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ തന്നെ പറയാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ബാങ്കിൽ അത് തന്നെ പ്രഖ്യാപിക്കാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ജീവിതത്തിലെ പലയിടങ്ങളിൽ അത് തന്നെ ആവർത്തിച്ചു പറയാൻ പറഞ്ഞത്? പടച്ചതമ്പുരാന് വലുതാവാനല്ല, നമ്മൾ ചെറിയവരാണ്. നമുക്ക് അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമ്മുടെ ഒരു അവയവം പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നല്ല. നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ ഇങ്ങനെ ഒരു 10-20 തവണ ആവറേജ് ആരോഗ്യമുള്ള മനുഷ്യൻ്റെത് അടിച്ചുകൊണ്ടിരിക്കണം. അതിൽ ഒരു തവണ പോലും മിടിക്കുന്നതിൽ നമുക്ക് ഒരു സ്വാധീനവുമില്ല. അതിസങ്കീർണമായ നമ്മുടെ മസ്തിഷ്കം അത് നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ നമുക്ക് സാധിക്കും, അതിന്റെ രുചിഭേദങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നല്ലാതെ പിന്നെന്താ അവിടെ സംഭവിക്കുന്നത്? അതിസങ്കീർണമായ നമ്മുടെ ദഹന വ്യവസ്ഥ പൂർണ്ണമായും പടച്ചവന്റെ നിയന്ത്രണത്തിൽ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മുക്കുമൂലകളിലേക്കും ചെറിയ രക്തലോമികകൾ വഴി നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിന് ആവശ്യമായ രക്തചംക്രമണം നടത്തുന്ന നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മനുഷ്യരീരത്തിലെ ഒരു മഹാത്ഭുതമാണത്. മഹാത്ഭുതം. അതിൽ ഒരു തുള്ളി രക്തത്തെ പോലും വിന്യസിക്കുന്നതിൽ നമുക്ക് ഒരു റോളും ഇല്ല. നമ്മുടെ ശരീരം നമ്മളോട് നിരന്തരമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം, അഹങ്കരിക്കണ്ട, നീ ഒന്നിനും കൊള്ളാത്തവനാണ്. കണ്ണിങ്ങനെ ചിമ്മെന്നല്ലാതെ ഉറക്കം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമുക്ക് എന്ത് റോളാണ്? ഉറക്കം വരാത്ത ആൾക്കാർ
ചിലപ്പോൾ ഉറക്കുകുളിയെ കുടിക്കുന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പടച്ചവന്റെ അനുഗ്രഹമാണ് ആ ഉറക്കവും ഉറക്കത്തിൽ നിന്ന് ഉണർച്ചയും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, പെരുന്നാളിന് പറഞ്ഞ അല്ലാഹു അക്ബർ, ഹാജിമാർ മുഴക്കിയ തക്ബീറുകൾ, ബലികർമ്മത്തിൽ നമ്മൾ മുഴക്കിയ തക്ബീറുകൾ, നമസ്കാരത്തിന്റെ ഓരോ ചലനങ്ങളും നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകൾ എന്ന് പറഞ്ഞാൽ അതൊരു വെറും വാക്കല്ല, ആഴമേറിയ അർത്ഥതലങ്ങളുള്ള വലിയ ഒരു ആദർശ പ്രഖ്യാപനവും എന്റെ ജീവിതത്തിൽ അല്ലാഹുവാകുന്നു വലിയവൻ എന്ന് ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. അത് നമുക്ക് ജീവിതം കൊണ്ട് തെളിയിക്കാൻ കഴിയുന്നല്ല. ജീവിതത്തിൽ ഒരു സെലക്ഷൻ വരുമ്പോ, ഒരു ഓപ്ഷൻ വരുമ്പോ, കുറെ ചോയ്സുകൾ ഉണ്ടാകുമ്പോ അവിടെയും അല്ലാഹു അക്ബർ എന്ന് പറയാൻ സാധിക്കണം. ജുമാക്ക് വരുന്ന ആളുകളോട് പടച്ചവനെ ഓർക്കാനും പടച്ചവൻ വലിയവനാകണമെന്ന് പറയാനും വന്ന ആളുകളാണ് വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന ആളുകൾ. ഇദാ ഖുദിയത്തിസ് സ്വലാ, നമസ്കാരം പിരിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പോയിക്കോളി എന്നല്ല പറഞ്ഞു. ഇദാ ഖുദിയത്തിസ് സ്വലാ, അങ്ങനെ വെള്ളിയാഴ്ച ആ നമസ്കാരത്തിൽ നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചു കൊള്ളുക. കൃഷിക്കാർ, കച്ചവടക്കാർ, ജോലിക്കാർ, പാവപ്പെട്ടവർ, പണക്കാർ, പല ജോലി ചെയ്യുന്നവർ, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക, തേടിക്കൊള്ളുക. എന്നിട്ട് പറഞ്ഞു ഉദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അല്ലാഹുവെ ധാരാളമായി ഓർക്കുകയും ചെയ്യുക. പള്ളിക്കകത്തുള്ളതിനേക്കാൾ പുറത്താണ്, വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ പ്രവൃത്തിയിലാണ്. നിശബ്ദമായ നമ്മുടെ ജീവിതത്തിൽ അത് ഒരു പ്രഖ്യാപനമായി, പ്രായോഗികമായി ജീവിതമായി വരണം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ 200-ാമത്തെ ആയത്ത്, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന? ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷാർദ്ധത്തിലും ഈ തക്ബീറും തഹ്മീദും തഹ്ലീലും ഈ പ്രാർത്ഥനയും ഈ ദിക്റുകളും, അല്ലാഹുവേ നീയാകുന്നു വലിയവൻ, നീ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്, ലബ്ബൈക് ലബ്ബൈക്, നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ വന്നത്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, എല്ലാം നിനക്ക്, ഹംദ് നിഅമത്തുകളൊക്കെ നിന്റേതാണ്, എല്ലാ മുൽക്കും നിനക്കാണ്, നിനക്കല്ലാതെ മറ്റൊരാൾക്കും ഒരു മിൽക്കുമില്ല എന്ന് പറഞ്ഞാൽ യാതൊരു സ്വയം കഴിവുമില്ല. എന്നിട്ട് ആ ഹാജിമാര് പിരിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞു, ഫഇദാ ഖളൈതും മനാസികക്കും, അങ്ങനെ നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോയി സുഖമായിട്ടിരുന്നോളിന്നല്ല, ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ സ്മരിച്ചിരുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഔ അശദ്ദ ദിക്റ, അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ കൂടുതൽ സ്മരിക്കുക, അവന്റെ നാമം പ്രകീർത്തിക്കുക, അവനെ വാഴ്ത്തുക, അവനെ സ്തുതി അർപ്പിക്കുക, അവന്റെ തക്ബീറുകൾ മുഴക്കുക. അത് പതിനെട്ടാ ഖുർആൻ പറഞ്ഞത്. അതിന്റെ ബാക്കി എന്താണെന്നറിയോ? മിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. എന്നാൽ മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ ഞങ്ങളുടെ രക്ഷിതാവേ പടച്ചവനെ ഞങ്ങൾക്ക് ഇഹലോകത്ത് വല്ലത് നൽകണമേ എന്ന് പറയുന്ന ആളുകൾ, ഇഹലോകത്തിന്റെ കാര്യം മാത്രം, അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല. എന്നിട്ട് അടുത്ത ആയത്തിൽ പറഞ്ഞു, നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിലാണ് നമ്മൾ പെടേണ്ടത്. അപ്പൊ മൈക്കയിലൂടെ അങ്ങനെ വിളിച്ചു പറഞ്ഞ് അല്ലാഹു അക്ബറിന്റെ പ്രഖ്യാപനം നടത്തുക എന്നതിനപ്പുറം ആ പടച്ച തമ്പുരാൻ ജീവിതത്തിൽ അവനാണ് വലിയവൻ, അവനാണ് ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. അപ്പൊ ആർക്കാ അറിയാത്തത്? പക്ഷെ ജീവിതത്തിൽ ഉണ്ടാകണം ആ ഓർമ്മ. അവനാണ് ഖാലിഖ്, അവനാണ് റാസിഖ്, ഭക്ഷണം നൽകുന്നവൻ, അവനാണ് ഗഫൂറും റഹീമുമായവൻ, പാപം പൊറുക്കുന്നവനും കരുണാനിധിയും. അപ്പൊ പാപം പൊറുക്കുവാൻ പടച്ചോൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ അല്ലാഹു അക്ബർ ഉള്ളൂ. അല്ല, എന്റെ പാവങ്ങളൊക്കെ പുറത്തുതരാൻ വേറെ കുറെ ആൾക്കാരുണ്ട്, മശായിഖന്മാരുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, അമ്പിയാക്കന്മാരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ അല്ലാഹു അക്ബർ ഉള്ളത് കാര്യമുള്ളൂ. അയാള് പെരുന്നാക്ക് വെറുതെ പള്ളിക്ക് വന്നിരുന്ന് ഒച്ച ഉണ്ടാക്കിയെന്നല്ല, ജീവിതത്തിൽ ഇല്ലാന്ന്. അതാണ് അതിന്റെ അർത്ഥം.
ആ പടച്ച തമ്പുരാനാണ് സമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ. ഞാൻ പ്രാർത്ഥിച്ചാല് ബാഗ്ദാദിലെ കിടക്കുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് കേൾക്കുന്നു വിശ്വസിച്ചാൽ പിന്നെ ഞാൻ അല്ലാഹു അക്ബർ പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? ആ വിശ്വാസമുള്ള ഒരാൾ ഹജ്ജിന് പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഹജറുൽ അസ്വദിന്റെ നേരെ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് തവാഫ് ചെയ്താൽ ആ തവാഫിന്റെ കഥ എന്താ? ഇതാണ് അല്ലാഹു അക്ബറിന്റെ ആശയം. ഈ ആശയത്തിന്റെ കാമ്പ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. മൈക്കൊക്കെ മുസ്ലിം സമുദായം കിട്ടുന്ന ഏറ്റവും നല്ല മൈക്കൊക്കെ പള്ളിയിൽ വാങ്ങി വെക്കുന്നുണ്ട്. നല്ല കാഹളൊക്കെ, എത്ര കാഹള, 4 ദിക്കിലേക്കല്ല 16 ദിക്കിലേക്കും കാഹളമുണ്ട്. അല്ലാഹു അക്ബർ മുഴങ്ങുന്നുണ്ട്. പക്ഷെ മനസ്സിൽ അതിന്റെ ആശയം ആണ്ടിറങ്ങിയിട്ടില്ലെങ്കിൽ ഈ നമസ്കാരം, ഈ നോമ്പ്, ഈ സക്കാത്ത്, ഈ ഹജ്ജ്, ഈ തവാഫ്, ഈ സഅയ് എല്ലാം നിഷ്ഫലമാകുമെന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട കാര്യം. അല്ലാഹു അക്ബറിന്റെ ആശയ തലങ്ങളെ ആ ഒരു രൂപത്തിൽ വായിക്കുവാൻ നമുക്ക് സാധിക്കണം. അവനാണ് ഹയ്യും ഖയ്യൂമുമായവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും. അവനാണ് അല്ലാമുൽ ഖുയൂബ്, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ. മറഞ്ഞ കാര്യം അല്ലാഹ് എല്ലാത്തിനൊക്കെ അറിയുന്ന ഒരാൾ വിശ്വസിച്ചാൽ അയാൾ പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറയണ്ട. നമസ്കാരത്തിൽ പോലും അയാൾ പറയുന്ന അല്ലാഹു അക്ബറിനെ പക്ഷെ അംഗീകരിക്കുവോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അല്ലാഹു ആലം, അംഗീകരിക്കില്ല എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ സംശയിക്കണം. അല്ലാമുൽ ഖുയൂബ്, ഖുൽ പ്രവാചകരെ പറയുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു അല്ലാതെ അറിയുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ മലക്കുകൾ വന്ന സംഭവം നമ്മൾ പറഞ്ഞു. യാക്കൂബ് നബി അലൈഹി സ്വലാം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ പ്രവാചകന്മാരിൽ ഒരാളാണ്. യൂസുഫ് നബിനെ കൊണ്ടുപോയിട്ട് സഹോദരന്മാരെല്ലാം ഒരു കണ്ടിലിട്ടപ്പോ എനിക്കറിയാന്നല്ല പറഞ്ഞത്. ഖാല ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ എല്ലാ സങ്കടവും, എന്റെ എല്ലാ വേവലാതികളും, എന്റെ ഹുസ്നും, എന്റെ വ്യസനവും ഞാൻ അല്ലാഹുവിൽ സമർപ്പിക്കുന്നു. പറഞ്ഞു, കരഞ്ഞ് 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 കരഞ്ഞ ആ വൃദ്ധനായ പിതാവിന്റെ കണ്ണുകൾ വെള്ള നിറമായി. കാഴ്ച പോയി. ആരത്? ഖുർആന്റെ സത്ത, അല്ലാഹു അക്ബറിന്റെ സത്ത എന്ന് പറഞ്ഞതാ. അവനാണ് അല്ലാമുൽ ഖുയൂബ്, അവനാണ് ഷാഫി. ഷാഫി എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്തുന്നവൻ. അപ്പൊ അവിടെ ഒരു മക്ബറുണ്ട്. ആ മക്ബറിന് പോയിട്ട് ഒരു പുതപ്പിട്ടാൽ എന്റെ കുട്ടിയുടെ സുഖം മാറും എന്ന് ഞാൻ വിശ്വസിച്ചാൽ എന്റെ അല്ലാഹു അക്ബറിൽ കളങ്കം ചേർന്നു. എനിക്ക് രോഗം വന്നാൽ സുഖപ്പെടുത്തുന്നവൻ എന്റെ റബ്ബാകുന്നു എന്ന് പ്രഖ്യാപിച്ചവനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അത് ഖുർആനിൽ അങ്ങനെ തന്നെ ആയത്ത് കൊടുത്തു. എനിക്ക് രോഗം വന്നാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞത് എന്തിനാ ഖുർആനിൽ ആയത്തായി കൊടുത്ത്? വലിയ ഗുണപാഠമുണ്ട്. അവനാണ് മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നവൻ ആ റബ്ബാണ്. ഇന്നിപ്പോ ലോകം നിയന്ത്രിക്കുന്നൊക്കെ ആരാന്നുള്ള സംശയത്തിലാണ് മുസ്ലിം സമുദായം. മുദബ്ബിറുൽ ആലം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മുടെ അല്ലാഹു അക്ബറിൽ കളങ്കമില്ലാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മുഴക്കിയ തക്ബീറുകൾ. ഓരോ നമസ്കാരത്തിൽ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകൾ, ഓരോ ബാങ്കുലിയും നമ്മളോട് പറയുന്നത്, ഓരോ മുഅദ്ദിനും അത് വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഏറ്റു പറയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അല്ലാഹുവോട് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന കരാറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതാണ് വജ്ഹത്തുവിന്റെ താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തക്ബീറിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.